നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. സമഗ്ര ശിക്ഷാ കേരളം മതിലകം PRCയുടെ നേതൃത്വത്തിൽ വേനൽ തനിമ 2026 എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ വൻ തീപിടുത്തം, വസ്ത്ര വ്യാപാര കേന്ദ്രം പൂർണ്ണമായും കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷാ കേരളം മതിലകം PRCയുടെ നേതൃത്വത്തിൽ വേനൽ തനിമ 2026 എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം PRCയിൽ 2 ദിവസങ്ങളിലായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ആദ്യ ദിവസം കരകൗശലം വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം, കായിക മത്സരങ്ങൾ, ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവ നടന്നു. ചടങ്ങ് SSK തൃശൂർ DPO KB ബ്രിജി ഉദ്ഘാടനം ചെയ്തു. മതിലകം BRCB-PC NC പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. MA ഫൗണ്ടേഷൻ ഡയറക്ടർ അബ്ദുൽ നാസർ പെരിഞ്ഞനം, ഗവൺമെന്റ് GUP സ്കൂൾ പ്രധാനാധ്യാപിക KA ഖദീജാബി, BRC ട്രെയിനർ TM റസിയ, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റെജി ജോസ് എന്നിവർ സംസാരിച്ചു. 2ാം ദിവസം കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് വിനോദയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മതിലകം ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 30ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സ്പോർട്സ് മതി. ഓക്കെ, അപ്പൊ മാഷന്മാരോട് പറയാട്ടോ. ഇനി കളിപ്പിക്കുമോ ചോദിച്ചു നോക്കട്ടെ അവരോട്, എല്ലാം കൂട്ടിക്കേട്ടി വെച്ചില്ല. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. രാവിലെ 10:30 കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരും. ജനപ്രതിനിധികളും ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സയും 2 ലക്ഷം രൂപയും, മരിച്ചവരുടെ കുടുംബത്തിന് 14 ലക്ഷം രൂപയും ധനസഹായം നൽകും. ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടും നാട്ടിക സഹകരണ റൂറൽ ബാങ്കിന്റെ ഫ്യൂസ് ഊരി KSEB. ചൊവ്വാഴ്ച പകൽ 12:30 കറണ്ട് ബിൽ ഓൺലൈനിൽ യഥാസമയം അടച്ചതായി അറിയിച്ചിട്ടും KSEB ജീവനക്കാർ ഫ്യൂസ് ഊരിയത്. എല്ലാ തവണയും അടയ്ക്കുന്നത് പോലെ കറണ്ട് ബിൽ കൃത്യമായി അടച്ചതായി അറിയിച്ചിട്ടും ധിക്കാരപരമായി സംസാരിക്കുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയുമായിരുന്നു. ബിൽ അടച്ചതിന്റെ രേഖയുണ്ടായിട്ടും KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായത് നീതീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. പരാതിയെ തുടർന്ന് 2 മണിക്കൂറിന് ശേഷം ഫ്യൂസ് തിരിച്ചുകുത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ വർഷം റൂറൽ ബാങ്ക് വാടാനപ്പള്ളി ബ്രാഞ്ചിലും ഇത്തരം സമീപനം KSEB സെക്ഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ച് സാധാരണക്കാരുടെ ആശ്രയമായ ബാങ്കിന്റെയും മെഡിക്കൽ സ്റ്റോറിന്റെയും പ്രവർത്തനം തടസ്സപ്പെടുത്തി പൊതുജനങ്ങൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കിയ KSEB വാടാനപ്പള്ളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ ബാങ്ക് പ്രതിഷേധം രേഖപ്പെടുത്തി. ഉത്തരവാദികളുടെ പേരിൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. ഇരിങ്ങാലക്കുടയിൽ വൻ തീപിടുത്തം, വസ്ത്ര വ്യാപാര കേന്ദ്രം പൂർണ്ണമായും കത്തിനശിച്ചു. ടൗണിൽ പ്രവർത്തിക്കുന്ന സ്മിതാസ് റെഡിമെയ്ഡ്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രി 11:30 സംഭവം. കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഭാഗം പൂർണ്ണമായും കത്തിയമർന്നു. ഇരിങ്ങാലക്കുട, മാള, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി മണിക്കൂറുകൾ പ്രയത്നിച്ചാണ് പുലർച്ചെ 3:30 തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഹജ്ജ് യാത്രയയപ്പ് സംഗമം സംഘടിപ്പിച്ചു.
കരയാമട്ടം നൂറുൽ ഹിദായ മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സംഗമത്തിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് PM കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് തഖിയുദ്ദീൻ യമാനി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. മഹല്ല് സെക്രട്ടറി ഷംനാസ് ഷരീഫ്, വൈസ് പ്രസിഡന്റ് PU റഹീം, ട്രഷറർ MM ഷംസുദ്ദീൻ, അബ്ദുള്ള അൻവരി, ആഷിഖ് മഹ്ബൂബി, ഭാരവാഹികളായ PM മുഹമ്മദ്, PA നവാസ്, PK അഷറഫ്, AK കുഞ്ഞു മുഹമ്മദ് ഹംസ, ഫറൂഖ് പനക്കൽ, ഹജ്ജ് യാത്രാ സംഘത്തിലെ പ്രതിനിധി PK ഹംസ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനത്തെ ബൈക്ക് പോസ്റ്റിലിടിച്ച് യാത്രികൻ മരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി തെക്കേപ്പനക്കൽ ഗോവിന്ദന്റെ മകൻ 55 വയസ്സുള്ള സുനിലാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:45 വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പെരിഞ്ഞനം താടിവളവിനടുത്താണ് അപകടം. വടക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡരികിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്കിന് പിന്നിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സുനിലിനെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഫുട്ബോൾ താരം സിനാന് ജന്മനാട് കണ്ണീരോടെ വിട നൽകി. കഴിഞ്ഞ ദിവസമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ചേറ്റുവ സ്വദേശി സിനാന് ഗുരുതര പരിക്കേറ്റത്. തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകിട്ട് മരണപ്പെടുകയായിരുന്നു. സിനാന് അന്തിമോപചാരം അർപ്പിക്കാൻ സുഹൃത്തുക്കളും സഹപാഠികളുമടക്കം ഒട്ടേറെ പേരാണ് വസതിയിലും സിനാൻ അംഗമായ ചേറ്റുവ FSC ക്ലബിലും എത്തിച്ചേർന്നത്. വൈകിട്ട് 5:30 ചേറ്റുവ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കം നടത്തി. സിനാന്റെ മരണത്തോടെ കരുത്തുറ്റ പ്രതിഭയാണ് നാടിന് നഷ്ടമായത്. സബ് ജൂനിയർ, ജൂനിയർ, U19, U20 വിഭാഗങ്ങളായി സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയും ഒഡീഷയിൽ നടന്ന ജൂനിയർ BC റോയ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലും ദേശീയ സ്കൂൾ U19 ഫുട്ബോൾ കിരീടം നേടിയ കേരള ടീമിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭയായിരുന്നു സിനാൻ. മുണ്ടത്തിക്കോട് ദുരന്ത ബാധിതർക്ക് സാമ്പത്തിക സഹായവുമായി മണപ്പുറം ഫിനാൻസ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും 50,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 25,000 രൂപ വീതവും അടിയന്തര സാമ്പത്തിക സഹായമായി നൽകുമെന്ന് മണപ്പുറം ഫിനാൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ അറിയിച്ചു. ഈ സഹായം ദുരിതത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ മണപ്പുറം ഫിനാൻസ് പ്രതിജ്ഞാബദ്ധമാണ്. ദുരന്തത്തിനിരയായവരുടെ കുടുംബാംഗങ്ങളെ അഗാധമായ അനുശോചനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വാൽപ്പാറ അപകടം ചികിത്സയിലായിരുന്ന ഡ്രൈവർ നൌഷാദ് അലിയും അന്തരിച്ചു. മരണസംഖ്യ 10 ആയി. വാൽപ്പാറ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ 40 വയസ്സുള്ള നൌഷാദ് അലി പുലർച്ചെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തരിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയി ഉയർന്നു. വർഷങ്ങളായി പാങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ ഡ്രൈവറായിരുന്നു നൌഷാദ്. നൌഷാദിന് ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. ശ്വാസകോശത്തിൽ വാരിയെല്ല് തറച്ചുകയറിയ നിലയിലായിരുന്നിട്ടും ശസ്ത്രക്രിയ വൈകിപ്പിച്ചതായും മികച്ച ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ അനുമതി നൽകിയില്ലെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി. കളക്ടറുടെ അനുമതി വേണമെന്ന് പറഞ്ഞ് മാറ്റം നിഷേധിച്ചതായും ചികിത്സാ പിഴവുണ്ടായതായും സഹോദരി പുത്രൻ ഷഫീഖ് ആരോപിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ ചിറക്കൽ ഇഞ്ചമുടി സ്വദേശി വടക്കേപ്പുരക്കൽ ബാലൻ മകൻ 40 വയസ്സുള്ള ബിജേഷിന്റെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പകുതിയിലധികം ശരീരം നഷ്ടപ്പെട്ട ബിജേഷിന്റെ ചെവിയിലെ സ്റ്റഡ് കണ്ട് ബന്ധുക്കൾ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ DNA പരിശോധനയ്ക്ക് ശേഷമാണ് ഔദ്യോഗികമായി ബിജേഷിന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബിജേഷ്. വെടിക്കെട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സുഹൃത്തും അയൽവാസിയുമായ സുധീറിനൊപ്പം തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് സഹായികളായി പോയിരുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ജോലി തീർത്തു കഴിഞ്ഞതിനു ശേഷമാണ് വെടിക്കെട്ടുപുരയിലേക്ക് പോയത്. 15 വർഷമായി ബിജേഷ് സുഹൃത്തിനൊപ്പം സഹായിയായി പോകാറുണ്ട്. തൃശൂർ പൂരത്തിന്റെ മുഴുവൻ സമയ വെടിക്കെട്ടിലും ഇവർ പങ്കാളികളാകാറുണ്ട്. തിരുവമ്പാടിയുടെ കൊടിയേറ്റത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് നിർമ്മാണ സമയത്തും ഇവർ അവിടെ എത്തിയിരുന്നു. അപകട ദിവസം സുധീർ എയർപോർട്ടിൽ മറ്റൊരു സുഹൃത്തിനെ കൊണ്ടുവിടാൻ പോയതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, വെടിക്കെട്ടു ഇൻചാർജ് ശശിധരൻ, കമ്മിറ്റി മെമ്പർമാർ എന്നിവർ ബിജേഷിന്റെ വീട്ടിലെത്തി വീട്ടുകാരെ സമാശ്വസിപ്പിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു.
വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. കുണ്ടന്നൂർ മുതുകാട്ടിൽ വിജയൻ സുലോചന ദമ്പതികളുടെ മകനാണ് 40 വയസ്സുള്ള സുവിൻ. മുട്ടുകലിലെ വർക്ക്ഷോപ്പിൽ പെയിന്റിംഗ് തൊഴിലാളിയാണ് സുവിൻ. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സുവിൻ പൂരകാലങ്ങളിൽ വെടിക്കെട്ട് പണിക്കും പോകാറുണ്ട്. 2 ദിവസം മുമ്പാണ് മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ടുശാലയിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത്. ഭാര്യ അഞ്ജുവിനോടും മകൻ 8 വയസ്സുകാരൻ നിരഞ്ജൻ കൃഷ്ണയോടും യാത്ര പറഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി 11 മണിയോടെ സുവിന്റെ ചേതനയേറ്റ ഭൗതിക ദേഹമാണ് വീട്ടിലേക്ക് എത്തിച്ചത്. വെടിക്കെട്ട് അപകടം അറിഞ്ഞതു മുതൽ സുവിന് ഒന്നും സംഭവിക്കരുത് എന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥന വിഫലമായി. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയെ വിഫലമാക്കിക്കൊണ്ട് സുവിൻ യാത്രയാവുകയായിരുന്നു. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും പൂരപ്രേമികളും ഉൾപ്പെടെ നിരവധി പേരാണ് സുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. കൊടുങ്ങല്ലൂരിൽ സിനിമ ചിത്രീകരണത്തിന് എത്തിയ സംഘത്തിലെ ക്യാമറ അസിസ്റ്റന്റിനെ താമസിച്ചിരുന്ന വീടിന്റെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി 51 വയസ്സുള്ള കല്ലൂർ ജാഫറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിൽ ലോകമലേശ്വരത്ത് സംഘം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു സംഭവം. കുഞ്ചാക്കോ ബോബൻ നായകനായ സിനിമയുടെ ചിത്രീകരണത്തിനായാണ് സംഘം എത്തിയിരുന്നത്. റിയാഡ് KVHS സ്കൂളിന് സമീപത്തെ വീട്ടിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് വാടക വീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു. സംഘം ശുചിമുറിയിൽ പോയ ജാഫറിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബൈക്കിൽ നിന്നും വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. മതിലകം കൂളിമുട്ടം മേലെടുത്ത് ഷാജഹാന്റെ ഭാര്യ 48 വയസ്സുള്ള സാബിറയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തായിരുന്നു അപകടം. ഹമ്പ് ചാടുന്നതിനിടെ മോട്ടോർ ബൈക്കിന്റെ പിൻസീറ്റിൽ നിന്നും വീണ സാബിറക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവ സമയത്ത് അതുവഴി വന്ന കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ തന്റെ കാറിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവർ മരണമടഞ്ഞത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ. സമഗ്ര ശിക്ഷ കേരളം മതിലകം PRCയുടെ നേതൃത്വത്തിൽ വേനൽ തനിമ 2026 എന്ന പേരിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുടയിൽ വൻ തീപിടുത്തം, വസ്ത്ര വ്യാപാര കേന്ദ്രം പൂർണ്ണമായും കത്തിനശിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.